കേരള സംസ്ഥാന സർക്കാർ ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം പ്രഖ്യാപിച്ച പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിക്ക് മൂവാറ്റുപുഴയിലും തുടക്കമായി. മൂവാറ്റുപുഴ KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾ യാത്രയുടെ ഭാഗമായി പങ്കെടുത്തു. കേരള സംസ്ഥാന സർക്കാർ ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം പ്രഖ്യാപിച്ച പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിക്ക് മൂവാറ്റുപുഴയിൽ ആവേശകരമായ തുടക്കം. സ്ത്രീ ശാക്തീകരണ പുതുയുഗയാത്രയ്ക്ക് KSRTCയിലൂടെ ശുഭാരംഭം എന്ന പേരിലാണ് പ്രിയദർശിനി സൗജന്യ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങ് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഉണ്ടാകുമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF നൽകിയ വാഗ്ദാനം ഒരു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സർക്കാർ ആദ്യത്തെ ക്യാബിനറ്റ് എടുത്ത ഒരു തീരുമാനം ഇന്ന് ഔപചാരികമായി നടപ്പിലാക്കിയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉള്ള വലിയൊരു അംഗീകാരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. നമ്മൾ ഈ ചടങ്ങ് വളരെ ലളിതമായിട്ടാണ് നടത്തുന്നത്. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം, എല്ലാവരും സഹകരിക്കണം. ആദ്യമായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രായം ഉള്ള ഒരു വനിതയും അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വന്നിട്ട് അതിൻ്റെ ഒരു കുട്ടിയും കൂടി ആദ്യം ബസ്സിൽ കയറും. അവർക്ക് രണ്ടുപേർക്കാണ് ആദ്യത്തെ ടിക്കറ്റ് കൊടുക്കുക. അതിനുശേഷം ഈ ബസ്സിൽ മുഴുവൻ സ്ത്രീകൾക്ക് മാത്രമായിട്ട് കയറാം. അത് കയറിയിട്ട് ആ വണ്ടി പോകുന്നതാണ് നമ്മുടെ ഉദ്ഘാടന ചടങ്ങ്. അതിനു മുമ്പ് ലളിതമായിട്ട് ഒന്നുകൊണ്ട് പേര് സംസാരിച്ച് നമ്മൾ ഈ ചടങ്ങ് അവസാനിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിവിടെ വന്നെത്തിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ സ്ത്രീ ശാക്തീകരണം എന്നുള്ള ഒരു കോൺസെപ്റ്റില് ഈ പദ്ധതിയുടെ പ്രധാന ഒരു ഇതിന്റെ ചർച്ച നടന്നപ്പോ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം, ഈ സൗജന്യ യാത്ര അനുവദിക്കുന്നത് വഴി ഒരുപക്ഷെ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക്, ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് മാസം കുറഞ്ഞത് 1000 രൂപ, കുറഞ്ഞത് 1000 രൂപയെങ്കിലും അവർക്ക് ലാഭമായി കയ്യിൽ പിടിക്കാൻ കഴിയും. സ്ത്രീകളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ശാക്തീകരണം നടത്താൻ കഴിയുന്നത് ഈ സമൂഹത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും, ദൃഢപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയെ അത് സഹായിക്കുമെന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പൊതുജനങ്ങളുടെയും സ്ത്രീകളുടെയും വലിയ പങ്കാളിത്തമാണ് പരിപാടിക്കുണ്ടായിരുന്നത്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്നും വൈറ്റിലയിലേക്ക് പോയ KSRTC ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് MLA ഉദ്ഘാടന കർമ്മം നടത്തിയത്. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് ഇതോടെ തുടക്കമായിരിക്കുകയാണ്. ആശാപ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള സ്ത്രീകൾ എന്നിവർ ചടങ്ങിന്റെ ഭാഗമായി. വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് 37 ഓർഡിനറി സർവീസുകളാണുള്ളത്. പിറവം, കാക്കനാട്, കലൂർ, തൊടുപുഴ, പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ, പെരുമ്പാവൂർ, കോതമംഗലം, കൂത്താട്ടുകുളം എന്നിവിടങ്ങളിലേക്കാണ് പ്രധാനമായും ഈ സർവീസുകൾ നടത്തുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം, വാർഡ് കൗൺസിലർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ യാത്രയുടെ ഭാഗമായി പങ്കെടുത്തു. മൂവാറ്റുപുഴ ഡിപ്പോയിലെ പ്രധാന വരുമാന മാർഗമായ ഓർഡിനറി സർവീസുകൾ സൗജന്യമായി മാറിയതോടെ ഡിപ്പോയ്ക്ക് വലിയ സാമ്പത്തിക വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക റിപ്പോർട്ട്. ഓർഡിനറി ബസ്സുകൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സ്ത്രീ യാത്രക്കാരാണ് കൂടുതലും. ഈ റൂട്ടുകളിൽ നിന്നാണ് ഡിപ്പോയുടെ പ്രധാന ടിക്കറ്റ് വരുമാനവും ലഭിക്കുന്നത്. എങ്കിലും യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനും പുതിയ പദ്ധതി ഏറെ സഹായകരമാകുമെന്ന പ്രതീക്ഷയിലാണ് പൊതുജനങ്ങൾ.